ഹേ ഗൈസ്, പുട്ടിനൊപ്പം കഴിക്കാൻ മേടിച്ച പഴം 2 ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ. നേരെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പാല്. ഓക്കെ, നമ്മുടെ വീട്ടിൽ എപ്പോഴും പാൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നൊന്ന് ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ. ആക്ച്വലി ഞാൻ ഒറ്റക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അധികം ഉണ്ടാക്കണ്ട, പകുതി പാലെടുത്തിട്ട് ഉണ്ടാക്കാന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ബൂസ്റ്റ് മേടിച്ചിട്ട് ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. എന്നാ പിന്നെ ബൂസ്റ്റ് ഇട്ടിട്ട് ഷാർജ ഷെയ്ക്ക് പോലെ ആക്കിയാലോ. ബൂസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തില്ല. കാരണം ബൂസ്റ്റിൽ തന്നെ അത്യാവശ്യം പഞ്ചസാര ഉണ്ടല്ലോ. പിന്നെ വേറെ ഷുഗറിന്റെ ആവശ്യമില്ല. പിന്നെ ജീവിതത്തിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്, അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് കിട്ടി കേട്ടോ. കാരണം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒറ്റക്കായത് കൊണ്ടാണ്. അപ്പൊ നല്ല ക്രീമി ടെക്സ്ചർ തന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഐസ്ക്രീം ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ റോ ആയിട്ട് തന്നെ കുടിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ബാക്കി വന്നു ഞാൻ പിക്കുന് കൊടുത്തേ. പിക്കുന് ഡോഗാണ്, നിങ്ങൾക്ക് അറിയാലോ. സംഭവം ബൂസ്റ്റും പാലും കൂടെ കുടിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഷെയ്ക്ക് അടിച്ച് എന്തായിരിക്കും അവസ്ഥ. അടിപൊളി ടേസ്റ്റ് ആണ്. അടുത്ത പ്രാവശ്യം നമുക്ക് കോൾഡ് കോഫി ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.